हे गाइस, मेरा नाम अजय। मेरा नाम हरभजन सिंह एंड वेलकम टू आवर चैनल। आज हम रिएक्ट कर रहे हैं ऑन अनदर सीन ऑफ थोडरम। तो चलो देखते हैं। कनगी नगर மாஸ்டர் சீக்கிரம் போடலாமா? நான் உங்க ஃபைட் மாஸ்டர், எனக்கு இன்னும் சுகர்லாம் இல்ல. அப்படியா? நல்லது. இல்லடா, சக்கரை மாஸ்டர். சொல்லுங்க மாஸ்டர். 2-3 நாளா போனே காணோம். ரொம்ப பிஸியோ. என்ன மாஸ்டர், ஃபுல்லா வண்டி ஓட்டிட்டு அன்பா பெட்ஸே, என்ன இளவரசே எப்படி இருக்கு? நான் நல்லா இருக்கேன்டா. மாஸ்டர் பார்க்க வந்தேன். சரிதான், நல்லா இருக்கா? நல்லா இருக்கா. என்னோட ஃப்ரெண்ட்ஸ் எல்லாம் மீட்டிங் வராங்க. உங்களுக்கு சமைச்சு கொடுங்க. ஏய், நான் பவியை ரொம்ப கேட்டேன்னு சொல்லு. சரி சரி, இந்த மாஸ்டர் கொடுங்க. சுமதிய பசங்களை கேட்டதா சொல்லு. தேங்க்யூ நண்பா, நன்றி நன்றி. இதோ ஒரு நிமிஷம். பெட்ஸே, நகைதான் கொடுத்தாங்களா மருந்து, அது தீர்ந்து வச்சுடா. அப்படியா? சரி, யாராவது வந்தா கொடுத்தப்பில்லையா? ஒன்றை பார்க்கணும் போல இருக்குடா. மாஸ்டர் எப்ப வர்றேன்? ഐറ്റം സാധനം വിന്റേജ് ഇത്ര വണ്ടിയോടെ വീട്ടിൽ നിന്നാണ് നടന്നിരുന്നെങ്കിൽ പിന്നെ കുറച്ചുകൂടി സ്നേഹിച്ചേനെ. എന്റെ മകന് ഇതുപോലത്തെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു തന്നെ. പക്ഷെ തൂക്കിയിട്ട് മണ്ടൻ അങ്കിളുടെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. കമലഹാസൻ മമ്മൂട്ടി ആരാണ്? അതാണ് ഞങ്ങളുടെ മാസ്റ്റർ പഴനി മാസ്റ്റർ. ഏടി ഏടി നിലക്കിന്റെ ഏടി സ്റ്റണ്ട് നീയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞിട്ടില്ലേ? അവർ പറഞ്ഞിട്ടില്ല. സ്റ്റൈല് കണ്ട അങ്ങനെ ഏതാ പടം? ഏത് പടം? കമലഹാസൻ സാറിനോട് വിക്രം 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 ലോകേഷിന്റെ രാജശേഖർ സാറിന് പഴയ അല്പ പടം തൂഫാൻ തൂക്കി അംഗ്രസി തൂക്കി. അത് ശരി, നേരെ എല്ലായിടത്തും കഴിക്കണം. അക്കായ വറുത്ത് കായ വറുത്ത് മാസൊക്കെ കേക്കുള്ളൂ. ഒരു ഉത്തരവാദിത്വം അല്ലേ വേണ്ട ഫൈൻഡ് മതി. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. ടെൻഷൻ ആക്കട്ടെ, ആലോചിച്ചോ. അയാൾ പോയി മാത്രം പാലോളം മുക്കി അടിക്കുന്ന ആളാണ്. ആളുടെ ബെൻസിന്റെ വണ്ടി പോലെ അപരാധം പോകും. അതേ ബെൻസിന്റെ വണ്ടി തന്നെയാണ്. ഓയ് ആ സാധനം
गाड़ी लेके चला गया। This सामने देखना छोड़ के। अरे बाप रे। अरे बाप रे। मार डालेगा वो। शॉट। गाड़ी से बहुत ज्यादा प्यार करता हूँ। उसकी हालत പൈസ വല്ല ഞാൻ തരാട്ടോ. ഇല്ല. ആ പിന്നെ മിണ്ടായി. അതല്ല ഇവിടെ പറഞ്ഞു. ആ മാർക്കറ്റില്ലേ നാളെ എവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചോ. എന്റെ വീട്ടിൽ സെക്കൻഡ് ഹാൻഡ് ഒന്നും വേണ്ട. മണിയാ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും. ഇപ്പോഴത്തെ പിള്ളേരല്ലടാ കയ്യിൽ വിഷായി. നീ എന്നോട് വിളി. എവിടെ ഈ ശബ്ദം മെസ്സേജ് ആയിട്ട് അയക്കുമ്പോഴേ അതവർക്ക് കിട്ടിയെന്ന് അറിയാനായിട്ട് എടാ മണ്ടൻ പ്രാവി നേരത്തെ ടെൻഷനില് സോറി നീ എവിടെയാ സോറിടാ हाँ ना गलती इसकी है बेचारा। मास्टर चलेगा मास्टर अरे बाप रे।
നമ്മുടെ കാറിന്റെ ലൈറ്റ് കിട്ടിയ മാസ്റ്റർക്ക് എന്താ പറ്റിയതാ? മാസ്റ്റർക്ക് തീരെ സുഖമില്ലായിരുന്നു. കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോ ആരോഗ്യമൊക്കെ പോയി. പിന്നെ കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. നിങ്ങൾ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ആരോഗ്യം നോക്കണേ. നിങ്ങൾക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടാ. ഇത് പോലീസ് സ്റ്റേഷനിലെ ഇവിടെ ഒന്ന് കയറി എന്നെ എന്തിനാ ഇങ്ങോട്ട്? എനിക്ക് വീട്ടിൽ പോകണമെന്നേ. इधर क्यों है पुलिस स्टेशन? क्या है? ശരി, क्या हो? ये इसको भी संभाल സാർ നമ്മുടെ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ലീവ് കിട്ടിയില്ല. इसको इससे दिया ഇരുന്ന് മുറുകാണ്ട് കാര്യം സാറ് വിചാരിച്ച് നടക്കും. ലവനെ, അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തന്റെ വർക്ക്ഷോപ്പിലല്ലടോ ആ കൊച്ചു കഴിവാരി പണിക്കുന്നത്. അല്ലേ? അല്ലേന്ന് പണി പഠിക്കാൻ വന്നതാ സാറേ. അല്ലേ? ഇതാണോ പണി? കഞ്ചാവാണ്. കടത്തിയവനും കടത്താൻ കൂട്ടുന്നവനും ഒക്കെ പെടും. കുറച്ച് കാലായി ഇത് വിളക്കിടന്നൊക്കെ ഇറങ്ങാൻ. അത് എന്റെ വണ്ടിയാണ്. നീ ഏതടാ? സാർ ഞാൻ കോഴിയ ഷൺമുഖം. നിന്റെ ടാക്സി പെർമിറ്റ് എവിടാ? ആ ആക്രി വണ്ടിക്ക് ആരാ ടാക്സി പെർമിറ്റ്? സാർ ലോക്കലോട്ട്. ആ വേട്ടമലീനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? स्नॉर्कलिंग कर रहा था ഈ തൊലിച്ച് നിൽക്കുന്നവനെ കണ്ട? കോട്ടയത്തെ തിരുവല്ലയായിട്ട് 8-10 കഞ്ചാവ് കേസ് ഉണ്ട് ഈ കുരിപ്പിന്റെ പേര്. കഞ്ചാവ് എന്താ വ്യക്തി വല്ലതും ഉണ്ടായി ഞാൻ അടയ്ക്കാം. ഓ വേണ്ട, അടയ്ക്കാൻ സാറേ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയുന്ന മനസ്സിലാവില്ലേന്ന്. സാറേ പെങ്ങളുടെ കല്യാണം. ഓ ലീവിന്റെ കാര്യം. പെങ്ങളുടെ കല്യാണല്ലേ? തലേന്ന് പോയാ ഇൻസ്പെക്ടർ വരട്ടെ. ശരി, ആയിക്കോട്ടെ. സാറേ എന്താണ്? CI സാറിനോട് വേണേ ഞാൻ സംസാരിക്കും. ആ പുറത്ത് കിടക്കുന്ന ആക്രി പിടിച്ചത് ഞാന്. ഇൻസ്പെക്ടർ എല്ലാവർക്കും പോവാം. സാറേ ഞാൻ പണിയാ. എന്നോട് ഇത് കാണിക്കലായിരുന്നു. പിന്നെ പാർക്കിലേക്ക് മാറ്റാൻ കുമ്പഴേക്ക് കൊണ്ടുവന്നപ്പോ സാധനം കിട്ടിയില്ല. പിന്നെ വണ്ടി കൊണ്ടുപോയി ശരിയാക്കി രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് ശരിക്കും നിങ്ങളെന്തോർത്തു? എന്താ തോർത്ത് നിങ്ങളെടുത്ത്?
अच्छा गाड़ी इसकी इधर है। तो उसकी गाड़ी लेके ही तो गया था स्पेस वॉकिंग का, और मेरा बोलता है लेके मत चले जा भाई। എന്നാലും എന്റെ പെൻസേ, ആ നായിന്റെ പട്ടിയുടെ മോൻ നമ്മളോട് ഇത് ചെയ്തല്ലോടാ. നീ എന്തെയും ഞാനെന്തേയും നമ്മുടെ വണ്ടി എന്തെയും. അടിച്ചാലും കുടിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ഉത്തരം കിട്ടൂല, പുറത്തും തട്ടും, നാണവും കിട്ടും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നു? ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ റാന്നി. അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്റെ കാർ कार बेचारा പണിയെ വീട്ടിലുണ്ട്. തിരുവല്ലേ നമുക്ക് ഓർക്കാം. घर ही नहीं गया वो। അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിച്ചിരുന്നാല് പൊക്കിയിരിക്കും. മണിയന്റെ വീട് ഇതാണോ? ആ നാരയുടെ പേര് പറഞ്ഞ് ഒരുത്തരെയും മുറ്റത്ത് കയറിയേക്കത്. അവൻ ചത്തു. ചത്തു ആ കഞ്ചാവ് ഒഴുകി ചത്തു. ചേട്ടായി, ഞങ്ങള് റാന്നിക്കാരാണ്. അതായത് ഈ പാവപ്പെട്ടവന്റെ കാർ കൊണ്ടാണ് നിങ്ങളുടെ മോൻ കഞ്ചാവ് എടുത്തത്. അപ്പൊ അവനെ കൊണ്ട് കൊടുത്താല് പോലീസ് സ്റ്റേഷനിൽ സാറന്മാര് വണ്ടി വിട്ടു തരുള്ളൂ. അതുകൊണ്ട് അച്ഛൻ അവിടെ വിറ്റി തന്നെ. ആഹാ, അത് ശരി. ഞാനാണ് ഒപ്പി തരണം. എന്റെ പുത്തിനെ കൊണ്ട് കള്ളും കഞ്ചാവും കൂടെ നശിപ്പിച്ച് അന്വേഷിച്ചു തന്നിരിക്കുന്നു. ഇറങ്ങി പോടാല. മൊത്തം കഞ്ചാവ് എന്റെ വർഷോപ്പ് ഞാൻ തീർന്നു നോക്കാം. മണിയന്റെ അമ്മ എന്റെ വണ്ടി വന്നു. बेचारा പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഇങ്ങനെ വിട്ടു കൊടുക്കുക. പെർമിറ്റ് ഉണ്ടാക്കിയിട്ട് ആ സൈഡിലേക്ക് വണ്ടി വിട്ടു കൊടുക്കുന്ന പ്രശ്നമായി. സാറേ, വണ്ടിയിൽ എത്ര വില കഞ്ചാവാ പൊക്കി? കിലോ കണക്കൊക്കെ ഞാൻ കൃത്യമായി കോടതി ബോധിപ്പിച്ചാ പോരെ ലാലി? അത് മതി. ലാലി വെറുതെ ചോദിച്ചു എന്നുള്ളതാ. ലാലി ചെല്ല്, അപ്പൊ ജയിക്കും ലാൽസന. അവിടെ സാറേ, ഇതിങ്ങനെ വല്ല കേസാക്കുന്ന കാര്യമുണ്ടോ? എന്തെങ്കിലും കൊടുത്ത് ഒതുക്കിയാ उसको मारा ना उसने। ഞാൻ കുട്ടിക്ക് കാർ അല നടക്കൂലേ? ലാലി ഇവിടെ മനസ്സിലാക്കിയ അനുസരിച്ച് കാറിൽ 500 ഗ്രാമിൽ താഴെ കഞ്ചാവുണ്ടായിരുന്നു. അതുപോലെ 850 ഗ്രാമിൽ താഴെയാണെങ്കിൽ വണ്ടി പിടിച്ചു വെക്കാൻ ഈ കോപ്പർക്ക് ഒരു അവകാശമില്ല അല്ലേ? ഇങ്ങനെ എറിയുന്നതിന്റെ കാര്യം നമ്മളെ കുട്ടികളെ അതൊന്നും വൈദ്യരായില്ല അല്ലേ? ഈ പൈസ എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും? പൈസ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിയില്ല. അതായത് ഇൻസ്പെക്ടർക്ക് ഒരു പത്രം പിന്നെ വണ്ടി പിടിച്ചാൽ മനസ്സില്ല അയാൾക്ക് എത്ര പൈസ കൊടുക്കാം? 7-8 हज़ार रुपये। നിന്റെ പോസ്റ്റ് ഓഫീസ് ചിട്ടി പൈസ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടാൻ സാധ്യതയില്ല, തരില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? കൊച്ചിന്റെ മാലയൊന്ന് മറിക്കും. ഏയ് ബെൻസേ, എന്താ എങ്ങനെ താനത് കണ്ടല്ലോ? തന്റെ വർക്ക്ഷോപ്പിലെ പയ്യൻ ചെയ്തത്
അബെ എന്ത് തൊണ്ടയാ സാറേ? ഇതൊക്കെയല്ലേ അറിയാം. സാക്ഷികളാണെന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ജീവിക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. നീ ഈ ആക്രി കൊണ്ട് ജീവിക്കുന്ന എനിക്കൊന്നും ഞാൻ ജനിച്ചോളല്ലേ ജീവിച്ചോളാം. ഞാൻ ഈ ജീവിക്കാം. നീ എന്ത് കാണിക്കരുത്. നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? നീ എന്റെ കാര്യം തൊട്ട് തലയിൽ വണ്ടി കൊടുത്ത് കൊണ്ടുപോകാൻ पुलिस स्टेशन में गाड़ी धो रहा है। ഇങ്ങനെ വെട്ടിയിട്ട് വാഴത്തട്ട് പോലെ കിടന്ന കാറ് കിട്ടുമോ? എന്തുവാടി ഇങ്ങനെ ഒരു പണ്ടൻ നിങ്ങളല്ലാതെ മണിയെ വിശ്വസിക്കൂ? മോൻ വിളിച്ചോ? ആ രാവിലെ വിളിച്ചു. എന്നെ അന്വേഷിച്ചു? ആ കാറിനെ പറ്റി അന്വേഷിച്ചു. നീ എന്താ പറഞ്ഞു? ഒരു തീരുമാനമായെന്ന് പറഞ്ഞത്. മണിയനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ കള്ളനാണ്. നീങ്ങൊക്കെ പോறீங்க? നെഞ്ചിനകത്ത് വല്ലാത്തൊരു കഥ. അയ്യോ അറ്റാക്കാ? ചുമ്മാ ലേടി എന്റെ കാറ് അവന്മാരെ ഞാൻ തൂക്കി വിട്ടാലോ? ഞാൻ സ്റ്റേഷൻ വരെ പോകാം. വിൽക്കണോ? അണ്ണ അണ്ണ ഇങ്ങനെ താടി കളഞ്ഞ അയ്യോ പാവം കളിച്ചതാടാ. അണ്ണ അണ്ണ മുണ്ടും മടക്കി കുത്തി വീശി സിനിമ. Stop recording. Stop video. Because this was the scene of थडरम. मतलब बहुत ही मतलब रोलर कोस्टर सीन था ये. मतलब पहले उसके फ्रेंड्स के दोस्त आए, उसके बेटे के दोस्त आए, उसके बाद वो गाड़ी वाला इंसिडेंट, फिर उसके जो स्टंट मास्टर हैं उनकी ही पास्ट अवे, वो वाला एक दुख था. उससे उभरा नहीं कि घर आ रहा था तो अभी देखा है तो गाड़ी पुलिस स्टेशन में खड़ी है और वो सीज हो गई है. और पुलिस वाले का तो ईगो इसके लिए क्योंकि उसको मारा है, नहीं तो गाड़ी छोड़ इसके लिए वो छोड़ नहीं रहा है. पर बहुत बहुत मतलब इतना टर्मोइल हो गया उसको तो गाड़ी की वजह से. व्हीकल में वो गाड़ी को अपनी जान से भी ज़्यादा प्यार करता है एक्चुअली तो दिखाया. फैमिली उसके फ्रेंड भी अच्छे हैं. मतलब वो मास्टर थे, वो एक्सपायर्ड हो जाते हैं, उनसे कुछ ज़्यादा ही अटैचमेंट रहता है उनका. और उनके बहुत सारे हीरोज़ के साथ में पिक्चर्स हैं. तो शायद जो तभी स्टंट करते थे. हाँ, तो शायद बैक स्टोरी एग्जैक्टली भी नहीं हाँ, पता. तो अभी पता नहीं है. तो शायद पहला कोई फिल्म इंडस्ट्री में काम करते रहेंगे. उनके मास्टर भी थे, वो भी वही लाइन के थे. तो अभी आगे चल के देखते हैं गाड़ी कैसे छूटती है, क्यों पकड़ी है एक्चुअल में, तो आगे चल के पता चलेगा. वही अभी तो बेटे से भी बात नहीं हो रही है. वो भी एक बेचारे ने हाथ उठा दिया उस पर. तो देखते हैं आगे क्या होता है. सो गाइस प्लीज लेट अस नो कि आपको ये सीन कैसा लगा. तब तक ले टेक केयर गाइस.